ബുധനുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പൂർവ്വജന്മത്തിലെ കുടിശ്ശിക കാണും, ചെയ്തിരുന്നതിൻ്റെയൊക്കെ ലിസ്റ്റ് അതെല്ലാം പുറത്തേക്ക് വരും. ബുധനിൽ എന്തൊക്കെയാണോ ഗുണകരമായിട്ടും ദോഷകരമായിട്ടും ആരോപിക്കപ്പെട്ടിട്ടുള്ളത്, ജ്യോതിഷത്തിൽ ഒത്തിരി ഉണ്ട്. ബുധൻ പലതിൻ്റെയും കാരകഗ്രഹമാണല്ലോ. അപ്പോൾ ബുദ്ധിയുടെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് പറയാൻ തുടങ്ങിയാൽ അത് നിൽക്കത്തില്ല. അപ്പോൾ ബുധന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ബുധനോടൊപ്പം രാഹു നിൽക്കുന്നത് കൊണ്ട് ആ മേഖലയിലാണ് അയാൾക്ക് ബുധനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പൂർവ്വജന്മങ്ങളിൽ ഒത്തിരി കിടക്കുന്നത്. അതുകൊണ്ടാണ് പരാവിദ്യയും അപരാവിദ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. വേദത്തിൻ്റെ കണ്ണാണെന്നൊക്കെ പറയും. സഞ്ജയൻ സർ, സാർ മുമ്പ് പറഞ്ഞു എല്ലാ മതസ്ഥരിലും ജപങ്ങളുണ്ട്. അതായത് ഈ ജപങ്ങളൊക്കെ നമ്മുടെ പൂർവ്വജന്മങ്ങളുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരും എന്നും പറഞ്ഞു. അപ്പോൾ ഇത് ഓരോ ഗ്രഹനിലകളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ എങ്ങനെയാണ്? രാഹു നിൽക്കുന്ന ഏത് രാശിയിലാണെന്ന് നോക്കണം. ഏത് രാശിയിലാണ്, രാശിനാഥൻ എവിടെ നിൽക്കുന്നു, ആ രാശിയിൽ വേറെ ഗ്രഹങ്ങളുണ്ടോ. ഇപ്പം ബുധൻ്റെ സ്വക്ഷേത്രത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ബുധനുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനൊക്കും. രാഹു ആ രാശിയിൽ നിൽക്കുമ്പോൾ ബുധനുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പൂർവ്വജന്മത്തിലെ കുടിശ്ശിക കാണും, ചെയ്തിരുന്നതിൻ്റെയൊക്കെ ലിസ്റ്റ് അതെല്ലാം പുറത്തേക്ക് വരും. ബുധനിൽ എന്തൊക്കെയാണോ ഗുണകരമായിട്ടും ദോഷകരമായിട്ടും ആരോപിക്കപ്പെട്ടിട്ടുള്ളത്, ജ്യോതിഷത്തിൽ ഒത്തിരി ഉണ്ട്. ബുധൻ പലതിൻ്റെയും കാരകഗ്രഹമാണല്ലോ. അപ്പോൾ ബുദ്ധിയുടെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് പറയാൻ തുടങ്ങിയാൽ അത് നിൽക്കത്തില്ല. അപ്പോൾ ബുധന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ബുധനോടൊപ്പം രാഹു നിൽക്കുന്നത് കൊണ്ട് ആ മേഖലയിലാണ് അയാൾക്ക് ബുധനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പൂർവ്വജന്മങ്ങളിൽ ഒത്തിരി കിടക്കുന്നത് എന്ന് മാത്രമല്ല, ആ രാശിയുടെ നാഥനായരായിരുന്നു. ഇപ്പം ബുധൻ നിൽക്കുന്നത്, രാഹുവിനോടൊപ്പം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാകുന്ന മീനം രാശിയിലാണെന്ന് വെച്ചോളൂ. അപ്പോൾ വ്യാഴത്തിൻ്റെയും കുറച്ച് ലിസ്റ്റുണ്ട്, ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെതാണോ പൂർവ്വജന്മകൃതമായ വാസനകൾ കൂടുതലുള്ളത്, ബുധൻ്റേതാണോ എന്ന് ജ്യോത്സ്യനാണ് ഗവേഷണം നടത്തി എല്ലാം ഉറപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേണ്ടി വന്ന അഷ്ടവർഗം അത് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കേണ്ടി വന്നാൽ ചെയ്യണം, സ്ഫുടവും അതുമൊക്കെ. പിന്നെ ഈ നവാംശകം ഒക്കെ നോക്കേണ്ടി വരും. ഇതിൽ അത് പറഞ്ഞത് രാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ബുധനിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളും വ്യാഴത്തിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളുമാണ്. അതാണ് രാഹുവിൻ്റെ ചെപ്പ് തുറക്കുമ്പോൾ പുറത്ത് വരുന്നത്. ചെപ്പ് തുറക്കാൻ നമ്മൾ ജപിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വളരെ മുനിത്വം പാലിച്ച് വേണം ജ്യോതിഷം നോക്കാനിരിക്കാൻ പോലും. മനസ്സത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്താൽ, നമ്മുടെ ശബ്ദ താളം മാറിയാൽ, നമ്മൾ ഈ അവതാളത്തിൽ സംസാരിച്ചാൽ, പറവറാന്ന് നടന്നാൽ ഇല്ല, ആ കോസ്മിക് എനർജിയുമായിട്ട് വളരെ തുലനം ചെയ്ത ഒരാളായിരിക്കണം ആചാര്യൻ. അപ്പം ദൈവജനം നല്ലേ വിളിക്കുന്നേ. അപ്പോൾ ആ കോസ്മിക് ലെവലിലുള്ള കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ കോസ്മിക് എനർജി, മാക്രോകോസം മൈക്രോകോസം എന്നൊക്കെ പറയുമല്ലോ, പ്രാപഞ്ചിക ഊർജ്ജതാളവുമായി ലയിച്ചവനായിരിക്കണം. അപ്പോഴവർക്ക് അത്രയും സൂക്ഷ്മമായിട്ട് ആ ഗ്രഹനില ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് നോക്കുമ്പോൾ പറയാനൊക്കെ. ഓരോ കൺപോള് അടഞ്ഞ് തുറക്കുന്നത് പോലും അത്രയും സൂക്ഷ്മത. അത് പഠിച്ചു വെച്ചിരിക്കുകയല്ല കണ്ണ് അങ്ങനെ തുറക്കണമെന്ന്. അങ്ങനെ നമ്മൾ ജപവും ധ്യാനവും ഒക്കെ ചെയ്ത് അത്രയും സ്വന്തം മനസ്സിനെ സ്ഫുടം ചെയ്ത് വെച്ചിരിക്കുന്ന ഉപബോധ മനസ്സിനെ അനേകായിരം മടങ്ങ് പുറത്തേക്കെടുത്ത ഒരാളിന് അതിങ്ങനെ നോക്കി പറയാനൊക്കെ. അപ്പോഴാണ് നമ്മൾ ആ ജ്യോതിഷത്തിൻ്റെ ആ ഒരു മഹാസംഭവത്തിനെ നമ്മൾ രസിക്കുന്നത്. രാഹു ഇപ്പം ചിങ്ങം രാശിയിൽ ആദ്യത്തിൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയിലാണ് രാഹു നിൽക്കുന്നത്. അവിടെ ചൊവ്വയും കൂടെ നിൽക്കുന്നു എന്ന് വയ്ക്കുക ഗ്രഹനിലയിൽ. അപ്പം ഇയാൾ ജപം ശീലിക്കുമ്പം രാഹു റിവീൽ ചെയ്യുന്ന രാഹുവിൻ്റെ കയ്യിലിരിക്കുന്ന പുറത്തേക്ക് എടുക്കുന്നത് ഇയാളുടെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ആദിത്യനും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്ന ചൊവ്വയുടെ ഉണ്ട്. അപ്പോഴെന്തൊക്കെയാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്? ഈ വ്യക്തി ജപം ശീലിച്ചാൽ എന്തൊക്കെ പുറത്തു വരും എന്ന് ജ്യോത്സ്യന് പറയാനൊക്കും. മനസ്സിലായില്ലേ? എന്തൊക്കെ പുറത്തേക്ക് വരാനൊക്കും.
ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പൂർവ്വജന്മത്തിലെ ഇണയെയൊക്കെ കണ്ടെത്താനൊക്കെ, കൂട്ടുകാരെ കണ്ടെത്താനൊക്കെ. ഒരു ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പരിധിവരെ ഇത് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ട് ചിലരെ കാണുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ പറയാനൊക്കെയല്ലോ, എന്തോ അവരോട് ഇഷ്ടം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ചില പൂക്കളോട്, ഓ ആ മണം എന്നെ, ആ നിറം എന്നെ, ആ കാലാവസ്ഥ എന്നെ വല്ലാതെ സ്വാധീനിച്ചു, ആ അന്തരീക്ഷം, ആ ചാറ്റമഴ പെയ്ത് ആ സമയം, അപ്പോഴൊരു മൈക്കിൽ കൂടി ഒരു പാട്ട് കേട്ടു എന്നൊക്കെ പറയും. രാഗങ്ങൾ പോലും അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയുണ്ട്. എനിക്ക് ചാരുകേശി രാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത. പിന്നെ ഭൈരവ് രാഗം, ഭൈരവ് മുദ്രയിൽ ധ്യാനം ശീലിച്ചു. ഇതൊക്കെ അവിടെയാണ് നമുക്ക് ധ്യാനത്തിന്റെ പ്രാധാന്യം കൂടെ വരുന്നുണ്ട്. നമ്മൾ ധ്യാനത്തിനെ അവിടെ എടുത്തിരുന്നില്ല. സാധാരണ ജ്യോത്സ്യന്മാരാരും ധ്യാനത്തിന്റെ ഏരിയയെ തൊടത്തേ ഇല്ല. അത് സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയയാണ്, വേദാന്തത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ബോധാതീതത്തിന്റെ കാര്യമാണ്. ഇതെല്ലാം മറ്റുള്ള പരാവിദ്യകളാണ്. ഇതെല്ലാം ഇതിന് തന്നെ അനന്തതലങ്ങളാണ്. മറ്റേത് അപരാവിദ്യ അല്ല, ഈ തെറ്റി പറഞ്ഞത്, ഇതെല്ലാം അപരാവിദ്യയുടെ തലങ്ങളാണ്. മറ്റേത് ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഴത്തിലേക്ക് പോകും, പരാവിദ്യയിലേക്ക് പോകും, ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്ത അറിവുകളിലേക്കാണ് പോകും. ഇതെല്ലാം ഓർമ്മയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ. ജ്യോതിഷം ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പൊളിച്ചെടുക്കുന്നത് ഓർമ്മയിൽ അധിഷ്ഠിതമായ അറിവുകളാൽ സഞ്ചയിക്കപ്പെട്ട പൂർവ്വജന്മവാസനകളെയും കഴിവുകളെയുമാണ്. ഓർമ്മയിൽ അധിഷ്ഠിതമായ അറിവുകൾ വെച്ച് എങ്ങനെ ഈ ജീവിതം ഭദ്രമാക്കാമെന്ന്, ഇതെല്ലാമാണ് ജ്യോതിഷം ചെയ്യുന്നത്. പക്ഷെ വേദാന്തം അല്ലെങ്കിൽ നമ്മൾ ആത്യന്തികമായി ആത്മവിദ്യകൾ ഏത് തരത്തിലുള്ളതും എല്ലാം കൊണ്ടുപോകുന്നത് പരാവിദ്യയിലേക്കാണ്. അവിടെ ജ്യോതിഷം ഒന്ന് സഹായിക്കുന്നേ ഉള്ളൂ, ജ്യോതിഷം ആ ഏരിയയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് പരാവിദ്യയും അപരാവിദ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. വേദത്തിൻ്റെ കണ്ണാണെന്നൊക്കെ പറയും. ശിക്ഷാകല്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ജ്യോതിഷത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. പരാവിദ്യയെ അപരാവിദ്യയിൽ നിന്ന് പരാവിദ്യയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏക ലിങ്കാണ് ജ്യോതിഷം എന്ന് ആണ് അത്. പക്ഷേ ആ തലത്തിലേക്ക് ആധുനിക ജ്യോതിഷം പലപ്പോഴും പോകുന്നില്ല. കാരണം അവിടെ ബോധാതീതനായ ആളുകളായിരിക്കണമെന്നില്ല ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. ബാഹ്യ ജീവിതത്തിൻ്റെ സുഖം, ദുഃഖം, നഷ്ട കാര്യങ്ങൾ, ലാഭകാര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെ കണക്ട് ചെയ്ത് സുഖമായിട്ട് പോകാമെന്നുള്ളത് അവിടെ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അവിടേക്ക് നമുക്ക് നയിക്കാൻ ഒക്കും. അപ്പോൾ ഗ്രഹനിലയിൽ രാഹു എവിടെയാണോ നിൽക്കുന്നത്, ആ രാഹു നിൽക്കുന്ന രാശിയിൽ ആര് കൂടെ നിൽക്കുന്നു, ആ രാശിനാഥൻ ആരാണ്, അവരുടെ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും, ആ പുറത്തേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിലാണോ നമ്മുടെ ഈ കക്ഷി, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശിഷ്യനാണെങ്കിൽ ആ ആള് ജപം ശീലിച്ചിരിക്കുന്നത്. ജപത്തിന് ഉപോദ്ബലകമായി ധ്യാനവും കൂടെ ശീലിക്കാം. സാധനാതലത്തിലെ ധ്യാനമുണ്ട്, സാധ്യതലത്തിലെ ധ്യാനമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒത്തിരി വലിയ സൂക്ഷ്മമായ സബ്ജക്റ്റ്. അത് സാധനാതലത്തിലെ ധ്യാനം ജപത്തിനെ ഒന്നുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചിങ്ങം രാശിയിൽ ആദ്യത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വയും കൂടെ നിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ രാഹു നിൽക്കുന്ന രാശിയെ വെച്ച് ഇവൻ്റെ ജന്മാന്തര രഹസ്യങ്ങൾ, ഏത് ഒരു ജ്യോത്സ്യൻ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ ഇവൻ്റെ ജന്മാന്തര സ്മൃതികളും രഹസ്യങ്ങളും എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കേണ്ടത് രാഹു നിൽക്കുന്ന രാശിയിലാണ്. എൻ്റെ ഒരു വലിയ പഠനവും കൂടിയാണത്. അങ്ങനെ അവിടെയാണ് ഇപ്പം 8ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അഷ്ടമം രഹസ്യങ്ങളുടെ രാശിയാണ്, മറച്ചു വയ്ക്കപ്പെടുന്നതിൻ്റെ രാശിയാണ്, ദുരൂഹതയുടെ രാശിയാണ്, ഗോപ്യമായ എല്ലാ വശങ്ങളുമാണ്. ഒരിക്കലും പുറത്തു പറയാനാവാത്ത രഹസ്യങ്ങളെല്ലാം അവിടെയാണ്. നമ്മൾ പുറത്ത് പറയുന്നതും അകത്ത് നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ രണ്ടായിരിക്കാം. ആളുകൾ അങ്ങനെയാണ്. അപ്പം അതെല്ലാം ആ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നെങ്കിൽ ഒത്തിരി പഠന വിഷയമാക്കണം. അവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകും. അതൊക്കെ നമുക്ക് പിന്നീട് പറയാവുന്ന കാര്യങ്ങളാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.